നമസ്കാരം. എല്ലാ പേർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം ആരംഭിക്കുകയാണ്. ആഘോഷങ്ങൾ നമ്മളൊന്നും വിട്ടുകളയില്ല. എല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ ഓണം, ന്യൂ ഇയർ, ക്രിസ്മസ് ഏത് ആഘോഷം കഴിഞ്ഞാലും നമ്മുടെ ഒരു ഫ്രണ്ട് ലെയ്ത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വ്യക്തി പറയുന്നത്, ഈ ആഘോഷങ്ങൾ കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം ബൈക്കിൻ്റെയൊക്കെ ഫോർക്ക് ബെൻഡായി വരിക, പിന്നെ ആക്സിഡൻറ്റ് പറ്റിയ വാഹനങ്ങൾ പണിക്ക് വരിക, ഇതൊക്കെ വളരെ കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സർക്കാർ വളരെ ഗംഭീരമായിട്ട് പുറത്തുവിടുന്ന കണക്കുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകളിൽ ഏറ്റവും കൂടുതൽ മദ്യം ചിലവാകുന്ന ജില്ല, അതുപോലെ തന്നെ ആ ഔട്ട്ലെറ്റ് അത് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചിട്ട് ആഘോഷങ്ങൾ ഗംഭീരമാക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ദയവ് ചെയ്ത് വാഹനം ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുക. ഈ ഒരു ആഘോഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ആഘോഷിക്കും, നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവർ നിങ്ങൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കുമ്പോൾ ദുഃഖവാർത്ത കേൾക്കാതിരിക്കാൻ ഫാമിലിയായിട്ടും പുറത്തു പോകുന്നവർ ലഹരി ഉപയോഗം കുറച്ചിട്ട് വാഹനത്തിൽ പോവുക. ഒരാഘോഷം കഴിഞ്ഞിട്ട് പിന്നെ അതിനു വേണ്ടിയിട്ട് ദുഃഖിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. ഓണവും ക്രിസ്മസും റംസാനും ന്യൂ ഇയറും ഒക്കെ നമുക്ക് ആഘോഷിക്കണം. പക്ഷേ ആ ആഘോഷം ഒരു വേദനയായി മാറാതിരിക്കാൻ ലഹരി മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആഘോഷിക്കാം. സുഹൃത്തുക്കളുമായിട്ട് ഓണം പങ്കിടുമ്പോൾ ലഹരി നിർബന്ധമാണെങ്കിൽ, കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുമ്പോൾ അതാകട്ടെ ഒരു ലഹരി. ഓണം നമ്മുടെ മാത്രം ഇഷ്ടമല്ല, കുടുംബത്തോടൊപ്പം അവരോടൊപ്പം ആഘോഷിക്കുമ്പോഴാണ് അതിന് ഭംഗി കൂടുന്നത്. ആ ശോഭ കെടുത്താതിരിക്കാൻ ലഹരി വർജിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുക. ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.